ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണികയും അജാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർണിക, താൻ എന്തായാലും ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. താൻ ഏത് നേരം കിഷോറിനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നാലേ തൻ്റെ ഭാവി തന്നെ ഇല്ലാതെയാവും. താനൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോകാം. അത് കേട്ടതും എങ്ങോട്ടാ അജാസ്? കമ്പനിയിലേക്ക്. അവിടെ പോയിരുന്ന തൻ്റെ എല്ലാ വിഷമങ്ങളും മാറും, എഴുന്നേക്ക്. അത് കേട്ടതും ഇല്ല ജാസ്, അതിനെൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എൻ്റെ മനസ്സിലിപ്പോഴും കുറ്റബോധം കൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അജാസ്. അത് കേട്ടതും നമ്മുടെ അജാസ് ആകെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു വരിക. ഗീതു അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞേക്ക, അജാസ്, ഞാൻ എന്തായാലും എൻ്റെ ഡാഡിയോടൊപ്പം ബാംഗ്ലൂർക്ക് പോയാലോ എന്ന് ആലോചിക്കുക. അത് നല്ല കാര്യമാണ്. എന്തായാലും ബാംഗ്ലൂർക്ക് പോകുന്നതിനെ കുറിച്ച് താൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൻ്റെ മനസ്സിൽ ഓരോന്നിങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ബാംഗ്ലൂർക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ മറന്ന് തനിക്ക് അവിടെ തൻ്റെ ഡാഡിയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാം. അത് ഞാൻ എന്തായാലും തൻ്റെ ഡാഡിയോട് സംസാരിക്കാം. അത് കേട്ടതും അവർണിക അജാസിനെ നോക്കുക. ഈ സമയം ഗീതു വരിക. അതിന് ഞാനും കണ്ണേട്ടനെ സമ്മതിക്കില്ലല്ലോ അവർണിക എന്നും ഗീതു പറയുകയാണ്. അത് കേട്ടതും അതെന്താ സമ്മതിക്കാത്തത് എന്നും അജാസിൻ്റെ ചോദ്യം. ഇപ്പം തന്നെ കിഷോറിനെ കൊന്നു എന്നുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസിനകത്ത് അവർണികയും ഞാനും പിന്നെ അജാസിക്കയും കണ്ണേട്ടനും ഒക്കെ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ അവർണിക ഈ നാട് വിട്ടു പോയാൽ കേസിൻ്റെ അന്വേഷണം മുറുകും. അവർണികയാണ് പ്രതിയെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഒരു കാര്യം കേസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണെങ്കിൽ സംശയം നമ്മൾക്ക് നേരെ തിരിയും. അവർണിക സംഭവിച്ചതൊക്കെ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്നും സത്യത്തിൽ എന്താ ഉണ്ടായെന്നും എല്ലാം വക്കീലിനോടും പോലീസുകാരോടും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇക്കയെയും അവർണികയെയും മാപ്പ് സാക്ഷിയാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം ലോയർ എന്നോട് പറയുകയും ചെയ്തതാ. അത് കേട്ടതും അയ്യോ, എന്തിനാ പെങ്ങളെ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഇങ്ങനെ പോലീസിൽ പോയി പെട്ടുപോകാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അതിന് ഇക്ക എന്താ കഷ്ടപ്പെട്ടത് എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടതും അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നേരം ഞാൻ അവർണികയാണ് അത് ചെയ്തതെന്ന് പോലീസുകാരോട് പോലും പറയാതെ കഷ്ടപ്പെട്ടില്ലേ, ആ കാര്യം ഉദ്ദേശിച്ച്. ഓ അങ്ങനെയാണോ? പെട്ടെന്ന് അജാസിന് ശ്വാസം നിന്ന് പോകുന്ന പോലെ തോന്നുക. അപ്പം തന്നെ ഇൻഹേലർ എടുത്ത് അജാസ് ശ്വാസം വലിക്കുക. അപ്പോൾ ഗീതു, ഇത് കളഞ്ഞു പോയതല്ലായിരുന്നോ? ഇത് തിരിച്ചു കിട്ടി ചോദിക്കുക. ഇല്ല ഗീതു, പോയത് തിരിച്ചു കിട്ടിയില്ല, പക്ഷേ പുതിയതൊരെണ്ണം മേടിച്ചു. അത് കേട്ടതും ഗീതുവിന് എന്തൊക്കെയോ സംശയം അജാസിൻ്റെ മേലെ ഇങ്ങനെ വരിക. അവർണിക, താൻ പെട്ടെന്ന് റെഡിയായിക്കേ, നമുക്ക് AGMലേക്ക് പോവാം. എന്തിനാ ഗീതു? താൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ തൻ്റെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് AGMൽ പോയിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് ജോലി ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. ഇല്ല ഗീതു, എൻ്റെ മനസ്സിൽ കുറ്റബോധമാണ്. പോലീസുകാരോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. കാരണം എൻ്റെ കിച്ചുവിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഒക്കെ ചോര എൻ്റെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക ഗീതു. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? മര്യാദയ്ക്ക് കിഷോറിനെ കൊന്നത് താനല്ല, വേറെ ആരോ വെച്ച വെടിയിലാണ് കിഷോർ മരിച്ചിരിക്കുന്നത്. അതെന്താ താൻ മനസ്സിലാക്കാത്തത്? അത് പോലീസുകാർ നേരിട്ടെടുത്ത് പറയുകയും ചെയ്തതാണല്ലോ. അത് ശരിയാണ് അജാസ്, എന്നാലും അവനെ ആദ്യം വെടിവെച്ചത് ഞാനല്ലേ എന്നൊക്കെ പറയാ. എടോ, താൻ വെച്ച വെടികൊണ്ട് അവൻ മരിച്ചിട്ടില്ല, അവൻ്റെ 10 ഭാര്യയെല്ലുകളാണ് തകർന്നത് എന്ന് CI പറഞ്ഞത് കേട്ടല്ലോ. അത് മാത്രമല്ല, രണ്ടാമത് കൊണ്ട വെടിയിലാണ് ശ്വാസകോശവും ഹൃദയവും തകർന്നത്. അതിലാണ് അവൻ മരിച്ചിരിക്കുന്നത്. അപ്പോൾ താനല്ല യഥാർത്ഥ കൊലയാളി. താൻ ചെയ്തത് അവൻ തൻ്റെ കുഞ്ഞിനെ കൊന്നു, അതിനുള്ള ശിക്ഷ താൻ അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചിന്തിച്ചാൽ മതിയടോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഇല്ല, എന്നാലും എൻ്റെ മനസ്സിന് അവർണിക താൻ വന്നേ, റെഡിയാവും. അത് കേട്ടതും വേണ്ട ഗീതാഞ്ജലി, അവർണിക ഇവിടെ ഇരിക്കട്ടെ. ഇല്ല ഇക്ക, അവർണിക ഇവിടെ ഇരുന്നാ ശരിയാകില്ല. ഇവിടെ ഇരുന്ന ഓരോരോ ചിന്തകൾ അവർണികയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഇക്ക ഞങ്ങൾ ഡ്രൈവ് ചെയ്തോളാം, ഇക്ക ചെല്ല്. അത് കേട്ടതും അത് വേണോ ഗീതു? വേണം, ഇക്ക ഓഫീസിലേക്ക് ചെല്ല്, കണ്ണേട്ടനോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയണം. അത് കേട്ടതും അജാസ് അവിടെ ഒന്നും പോവുക. ഈ സമയം അവർണിക റെഡി ആവാനായിട്ട് പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദന് സംശയങ്ങൾ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ കടന്നുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ ഗീതുവും ഓരോന്ന് ആലോചിക്കുകയാണ്. ഇക്ക എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവർണികയെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ സംഭവിച്ചത് എന്തോ ആണ്.
അന്ന് അവർണിക വെടിവെച്ചതിന് ശേഷം മറ്റാരോ കിഷോറിനെ വെടിവെച്ചിട്ടുണ്ട്. കിഷോറിനെ അങ്ങനെ വന്നു നോക്കിയപ്പോൾ കണ്ടില്ല എന്നാണ് ഇക്ക പറഞ്ഞത്. അത് നുണയാണോ? ഇനി ഇതൊക്കെ എൻ്റെ വെറും സംശയമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് CA വിളിക്കുകയാണ്. ഹലോ സാർ. എന്താണ് സാർ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നോ? ഭദ്രൻ്റെ മൊബൈൽ അവിടെ നിന്ന് വീണ്ടും വല്ലതും കണ്ടെടുത്തായിരുന്നോ സാർ? ഇല്ല സാർ, ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അവിടെ ഒരു ഫോണും ഇല്ലായിരുന്നു. അത് കേട്ടതും ഇല്ല സാർ, അവിടെ ഫോണൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് വ്യക്തമായിട്ട് കണ്ടതുവാ. അതുമല്ല, ഭദ്രൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് സാർ. അത് കേട്ടതും അപ്പോൾ ഭദ്രനാണ് കിഷോറിനെ കൊന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അത് കേട്ടതും അല്ല, അങ്ങനെയൊന്നും സംശയമില്ല. പിന്നെ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ പറഞ്ഞേ എന്ന് CAയുടെ ചോദ്യം കേട്ട് ഗോവിന്ദ് ആകെ പതറും. ഈശ്വര, എന്നിപ്പോൾ എന്ത് പറയും? അത് പിന്നെ ഭദ്രൻ്റെ മൊബൈൽ അവിടെ നിന്ന് കിട്ടിയല്ലോ സാർ, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാറിന് DGPയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് സാറിന് DGPയോട് നേരിട്ട് അന്വേഷിക്കാം. എന്തായാലും അവരും DGP സംഘവും ഗോവയ്ക്ക് പോയിരിക്കുക. കിഷോറിൻ്റെ മണ്ണ് പുരണ്ട ഡ്രസ്സും പിന്നെ വേറെ ഏതോ ഡ്രസ്സും പിന്നെ മണ്ണ് പുരണ്ട തോക്കും കുറച്ച് സാധനങ്ങളും കിഷോറിൻ്റെ മൊബൈലും ഒക്കെ ഗോവയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം അന്വേഷണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വെടിയേറ്റ കിഷോർ എങ്ങനെ ഗോവയ്ക്ക് പോയി എന്നുള്ള സംശയവും ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുക. ഈ സമയം ശരി സാർ, പിന്നെ എന്തായാലും വിവരം കിട്ടിയ വിളിക്കുക സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ഭദ്രൻ്റെ കത്ത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് വിലാസിനി അമ്മയും വിനോദും വന്നത്. അങ്ങനെയെങ്കിൽ ഗോവയിലിരിക്കുന്ന ഭദ്രൻ എങ്ങനെയാ എറണാകുളം സൗത്തിൽ നിന്നും കത്തയക്കുന്നത്? ഇനി ആ കത്തയച്ചത് അയാളാണോ? ഭദ്രൻ്റെ മൊബൈൽ അവിടെ എങ്ങനെ വന്നു? മൊബൈൽ എടുത്ത് മാറ്റിയതാര്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജാസ് വരികയാണ്. വാ അജാസ്, സാറ് പറഞ്ഞില്ല ഞാനിവിടെ തുടരണോ ഇല്ല പിരിഞ്ഞു പോകണോന്ന്. അത് കേട്ടതും ഇവിടെ തുടരണ്ട എന്നാണെങ്കിൽ മെയിലയക്കും. അതൊന്നും വന്നില്ലല്ലോ, അപ്പം പിന്നെ തുടരണമെന്ന് തന്നെയല്ലേ അർത്ഥം? അല്ല സാറ് ഞാൻ എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ കരുതി ഇനി ഓഫീസിൽ വരണ്ടാന്ന്. എടോ, താൻ എന്നോട് കാണിക്കുന്ന ചതിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ തന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും സാർ, എന്നാലും കിഷോറിൻ്റെ കൊലപാതകി ആരായിരിക്കും? അത് തന്നെയാണ് അജാസ് എനിക്കും പിടികിട്ടാത്തത്. DGP സംഘവും അന്വേഷിച്ച് ഗോവയ്ക്ക് പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ സംശയിക്കേണ്ട സാർ, ഗോവയിലുള്ള അവൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ തന്നെയായിരിക്കും അവനെ തീർത്തത്. പക്ഷെ അവർണികയുടെ കയ്യിൽ നിന്നും വെടികൊണ്ട് കിഷോർ ആകെ പരിക്ക് പറ്റി കിടക്കുക. ആ സമയത്ത് അവനെങ്ങനെ ഗോവയ്ക്ക് പോയി? ഗോവയിൽ നിന്നുമാണ് കിഷോറിൻ്റെ മൊബൈൽ ഫോണും മറ്റും കണ്ടുപിടിച്ചത്. ഇതാണ് പിടികിട്ടാത്തത്. ഇതൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്ത് ചെയ്യാനാ, ആരും ഒന്നും മനസ്സുവിട്ടൊന്നും തുറന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്നങ്ങ് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. എന്താ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും സാറിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? സാറിൻ്റെ പറമ്പിൽ ഞാനാണ് അത് കുഴിച്ചിട്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സംശയം എനിക്കുണ്ട് സാർ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സാറിനോട് പോലും ഞാൻ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളം പറയുന്നതുകൊണ്ട് ഒരു തെറ്റും ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതെ സാർ, എനിക്ക് ചിലപ്പോൾ കള്ളം പറയേണ്ടി വന്നാലും ഞാനത് നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അങ്ങ് പോവുക. അപ്പോൾ ഗോവിന്ദ്, അജാസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അജാസാണ് തെറ്റ് ചെയ്തതെന്നാണോ? ഇനി അജാസ് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതും അവർണികയെ രക്ഷിക്കാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക. എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ ഈശ്വരന്മാരെ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജാസ് പുറത്തെത്തിയതും അജാസ് ആലോചിക്കുകയാണ്. എന്തായാലും ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചില കള്ളങ്ങൾ പറഞ്ഞു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് നിൽക്കുമ്പോൾ ഗീതവും അവർണികയും കൂടെ വരിക. അവർണികയുടെ മുഖത്തെ ആ പുഞ്ചിരി അത് കണ്ടതും അജാസിന് ഒരുപാട് സന്തോഷമായി. അതെ, ഈ ചിരി മുഖത്ത് കാണാൻ വേണ്ടിയാ, ഈ സന്തോഷം മുഖത്ത് കാണാൻ വേണ്ടിയാ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ അനിയത്തിയോടും എൻ്റെ സാറിനോടും എനിക്ക് നുണ പറയേണ്ടി വന്നത്. സോറി ഗീതു, എനിക്ക് അവർണികയെ രക്ഷിക്കാൻ നിന്നോട് നുണ പറയേണ്ടി വന്നു, എന്നെ സ്വന്തം ചേട്ടനെ പോലെ കണ്ട നിന്നോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർണികയുടെ മുഖത്തെ ഈ ചിരി കാണാനാ അന്ന് ഗോവിന്ദ് സാറിനോടും ഗീതുവിനോടും ഞാൻ കള്ളം പറഞ്ഞത്. അതെ, അന്ന് നടന്ന ആ സംഭവം അജാസ് ആലോചിക്കുകയാണ്. സാർ, സത്യമായിട്ടും ബോഡി മറവ് ചെയ്യാനായിട്ട് ഞാനിവിടെ വന്നതാ.
പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ആ ബോഡി അവിടെ കണ്ടില്ല, അതാണ് സത്യം. അതെ, പക്ഷെ അജാസ് പറഞ്ഞത് പച്ചക്കള്ളം. അജാസ് അത് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർണികയുടെ അടുത്ത് പോയി, അവർണികയെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ിന്റെ ബോഡി ഞാൻ പറ്റിയെടുത്ത് മറവ് ചെയ്തോളാം, അതിനെപ്പറ്റി ചോദിക്കാൻ അവർണികയുടെ അടുത്ത് ആരും വരില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നതും ആ രംഗങ്ങളും ഒക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അജാസ് അവർണികയുടെ വീട്ടിലെത്തി കഥ കടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് നോക്കിയപ്പോൾ അജാസ് ഞെട്ടിപ്പോയി. അതെ, കിഷോർ അനങ്ങുന്നു. കിഷോറിൻ്റെ അനക്കം അജാസിൽ വലിയ ഷോക്കുണ്ടാക്കി. അജാസ് കിഷോറിനെ തന്നെ നോക്കുക. പെടഞ്ഞ് വേദന കടിച്ചമർത്തി നെഞ്ചത്തമർത്തി പിടിച്ച് കിഷോർ പതുക്കെ താഴെ നിന്നും എഴുന്നേറ്റു. അതിനുശേഷം കിഷോർ പറഞ്ഞ ആദ്യ വാക്ക്, എൻ്റെ കുഞ്ഞ് ചത്തു അല്ലേ? എനിക്കറിയാമായിരുന്നു ആ കുഞ്ഞ് ചാകുമെന്ന്. എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് അവൾ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ആ കുഞ്ഞ് പോയി, ഇനി അവളും കൂടെ ചാകണം, ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടും. അവളും കൂടെ ചത്തതിന് ശേഷം എനിക്ക് സമാധാനമായിട്ട് അവളുടെ ഡാഡിയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ അത് ചെയ്യും. പിന്നെ അവൾ മരിച്ചില്ലെങ്കിൽ തിരിച്ചു വരുന്ന അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോവുകയും ചെയ്യും. അങ്ങനെ പോയാൽ എനിക്ക് ഈസി ആയിട്ട് എല്ലാം തട്ടിയെടുക്കാം. പിന്നെ അങ്ങനെ അവൾക്ക് ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നതിലൊക്കെ അവൾ സൈനിട്ട് തരേണ്ടി വരും. അവളുടെ ഡാഡിയുടെ സ്വത്തുക്കൾ മുഴുവനും അവളുടെ ഭർത്താവായ എനിക്ക് അവകാശപ്പെട്ടതാ, അത് മുഴുവനും ഞാൻ തട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അജാസ്, എടാ നീ മര്യാദയ്ക്ക് ജീവിക്കുമെന്ന് വാക്ക് തരികയാണെങ്കിൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം, അതല്ല എന്നാണെങ്കിൽ നിന്നെ എനിക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അത് കേട്ടതും, പറ്റില്ലടാ, നിന്റെ സഹായം എനിക്ക് വേണ്ട, ഇങ്ങനെ കിടന്ന് ചത്താലും നീ എന്നെ സഹായിക്കണ്ട, എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല, ഞാൻ മാറില്ലടാ, ഇങ്ങനെ തന്നെ ഇരിക്കും. തിരിച്ചു വരുന്ന ഞാൻ ഇനി അവർണികയെ ഒരു സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ ബോധം കെട്ട് വീണു. ഈ സമയം നമ്മുടെ കിഷോർ ബോധം കെട്ട് വീണ് നടക്കുമ്പോൾ അജാസ്, ദൈവമേ, ഇവനിപ്പോൾ വീണ്ടും ജീവിച്ച് വന്ന പ്രശ്നമാവുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവൻ ജീവിച്ച് വരുമ്പോഴും അവർണികയെ കൊല്ലുമെന്നും പറഞ്ഞാണ് വരുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, ഇവൻ മരിച്ചിട്ടില്ല. അവർണികയുടെ തോക്കിലെ ഉണ്ട കയറി ഇവൻ ഒരാപത്ത് സംഭവിച്ചിട്ടില്ല. വേദന കടിച്ചമർത്തിയ ഇവൻ സംസാരിച്ചത്. ഇവനൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വെല്ലുവിളികൾ. ചത്താലും താൻ ചാകില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനെ പോലെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഈശ്വര, അവിടെ ചെന്ന അവർണികയോട് ഞാൻ എന്ത് പറയും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പടച്ചോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ അജാസ്. അവർണികയെ രക്ഷിക്കണം, ഇവൻ ജീവനോടെ തിരിച്ചു വന്ന അവർണികയുടെ ജീവന് ഭീഷണിയാണ്. അവർണികയുടെ കുഞ്ഞിനെ പച്ചയ്ക്ക് ഒരു മടിയും കൂടാതെ വയറ്റിൽ ചവിട്ടിക്കൊന്ന ഈ പന്നി ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നോക്കട്ടെ ഇവന് ജീവനുണ്ടോയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ നമ്മുടെ കിഷോറിൻ്റെ അടുത്ത് നിന്നിരുന്നു. അതിനുശേഷം കൈനാടി പരിശോധിച്ച് നോക്കുക. കൈനാടി പരിശോധിച്ചപ്പോൾ ജീവനുണ്ട്. അപ്പോൾ അജാസ് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. അങ്ങനെ തിരിച്ചു വന്നാൽ ഇവൻ വീണ്ടും അവർണികയ്ക്ക് ഭീഷണിയാവും. അവർണികയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരുന്ന അവർണികയുടെ പേരിൽ ഇവൻ പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുത്താൽ അവർണിക ജയിലിലാവും. അവർണിക ജയിലിലായാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അതെ, എന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്കും ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതെൻ്റെ പെങ്ങൾ ഗീതുവിനാണെങ്കിൽ പോലും, എൻ്റെ ഗോവിന്ദ് സാറിനാണെങ്കിൽ പോലും. അതെ, അതുകൊണ്ട് ഇവന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ മരിക്കുമായിരിക്കും. എന്നാൽ ഞാൻ ഇവനെ കൊണ്ടുപോകത്തില്ല. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യും, അത് ചെയ്തേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുക. അതെ, അവർണികയുടെ വിശ്വാസം അവർണിക വെച്ച വെടിയിലാണ് കിഷോർ മരിച്ചതെന്ന്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് പോലീസുകാർ പറയുമ്പോൾ അവർണിക വിശ്വസിക്കുമല്ലോ. രണ്ടാമത് കൊണ്ട തോക്കിലെ വെടിയുണ്ടയാണ് കിഷോറിൻ്റെ മരണമെടുത്തത്. ശ്വാസകോശവും ഹൃദയവും തകർത്തുള്ള ആ ഉണ്ട കിഷോറിൻ്റെ നെഞ്ചത്ത് നിന്നും കണ്ടെടുത്തതുകൊണ്ടാണ് കിഷോറിന് മരണം കണ്ടെടുത്തിരിക്കുകയാണ്. അതാണ് കിഷോറിൻ്റെ മരണകാരണം എന്ന് വരെയും പോലീസ് പറയുമ്പോൾ അവർണികയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിക്കോളും. അതുകൊണ്ട് ഇനിയൊരൊറ്റ വഴിയേ ഉള്ളൂ, കിഷോറിൻ്റെ മരണം എൻ്റെ കൈകൾ കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിരുന്ന തോക്കും എടുക്കുക. തോക്കെടുത്തതിന് ശേഷം അജാസ് ആലോചിക്കുകയാണ്, ഇതിലെ വെടിയുണ്ട അവൻ്റെ ശ്വാസകോശവും ഹൃദയവും തകർക്കട്ടെ, അതിനുശേഷവും അവൻ മരിക്കട്ടെ. എന്നാൽ പിന്നെ എല്ലാവരുടെയും നോട്ടം വേറെ ഏതെങ്കിലും പ്രതിയാണെന്നായിരിക്കുമല്ലോ.
ആ ഒരു സമാധാനത്തിൽ അവർണിക ജീവിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ആ തോക്ക് കിഷോറിന് നേരെ ചൂണ്ടുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.